ഹായ് ഫ്രണ്ട്സ്, PSC വിസ്ഡത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 LDC തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എക്സാമിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1. 1949 നാറ്റോ സ്ഥാപിതമായത്. നാറ്റോയിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ M. ഷാജർ ആണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നീ ഭക്ഷ്യവിളകളുടെ 2022-23 കണക്കുകൾ പ്രകാരമുള്ള ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള സ്ഥാനക്രമം. 1-ാം സ്ഥാനം നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗങ്ങൾ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം. സാഞ്ചിയാണ് ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന പണനയ സമിതി റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. രേഖ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. ആർ പ്രജ്ഞാനന്ദയാണ് 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. മൺസൂൺ ക്രോപ്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? കേരള വന ഗവേഷണ കേന്ദ്രമാണ് മൺസൂൺ ക്രോപ്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. 1. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. 2. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. മിഠായി പദ്ധതിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേര്. ആദിത്യ L1 ആണ് സൂര്യനെയും ബാഹ്യവലയങ്ങളെ കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കിയ ദൗത്യം.
എന്താണ് ഡീപ് ഫേക്ക്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക്. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റാണ് 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും. 1. അടൽ ഇന്നോവേഷൻ മിഷൻ. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നതാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. 2. മെഥനോൾ സമ്പദ്ഘടന. എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നതാണ് മെഥനോൾ സമ്പദ്ഘടന. സഹകരണ ഫെഡറലിസം. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സഹകരണ ഫെഡറലിസം. ശൂന്യ ക്യാമ്പയിൻ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വായുമലിനീകരണം കുറയ്ക്കുക എന്നതാണ് ശൂന്യ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.